എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ ഇഎക്സിന്റെ മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മുമ്പ് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞത് മറന്നുപോയവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ലെവൽ ക്ലാസ് ആണ്. അപ്പോൾ ഇനി പുതുതായിട്ട് ഒരുപക്ഷെ +1 അക്കൗണ്ടിങ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ കൊമേഴ്സ് തിരഞ്ഞെടുത്ത ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരുപാട് നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞത് പാസ്സായി ഒരുപക്ഷെ ഇനി നിങ്ങൾ തയ്യാറെടുക്കുന്നത് കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, കൊമേഴ്സ് വിഷയമാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കാണാം. എന്നിട്ട് പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് ഇതിന്റെ ഭാഗങ്ങളായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ വിഷയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കും പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അക്കൗണ്ടിങ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും അത് പഠിച്ചു മറന്നുപോയവർക്കും വേണ്ടിയുള്ള ക്ലാസ് ആണ് നമ്മുടെ ഈ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ടാലി, പീച്ച്ട്രീ, ക്വിക്ക് ബുക്ക് തുടങ്ങിയ സോഫ്റ്റ്വെയറിനൊക്കെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളാം. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായത്തിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ച് വെച്ച കുറച്ച് സബ്ജക്റ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമേ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഈ സബ്ജക്റ്റുകൾ ഞാൻ എന്തിനാ അവിടെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും അക്കൗണ്ടിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല. അക്കൗണ്ടിങ് പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് അല്ല. അപ്പൊ ഈ സബ്ജക്ട് ഞാൻ ഇവിടെ കൊടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു വെച്ച സബ്ജക്റ്റുകളാണ്. ഈ ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ മേഖലകളാണുള്ളത് അല്ലെ. ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്കറിയാം, കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാ നമുക്ക് ഊഹിച്ചാൽ മതി, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സംഭവങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ തൊഴിലുകളും അന്നത്തെ കാലഘട്ടങ്ങളിലെ സംസ്കാരങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജോഗ്രഫി ഭൂമിശാസ്ത്രമാണ്, പരിസ്ഥിതി ശാസ്ത്രമാണ്. പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകൾ, ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ തന്നെയാണ് കെമിസ്ട്രി. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മറ്റൊരു സയൻസിന്റെ ഒരു പാർട്ടാണ്. അതായത് സയൻസിനെ നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാമത്താണ് നമ്മളെന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, കെമിക്കൽസ്, രാസപദാർത്ഥങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ തന്നെയാണ് ബയോളജി. ബയോളജി എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ ഫിസിക്സ് എന്ന ഭൗതിക ശാസ്ത്രമാണ് അല്ലെ, എനർജിയെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റുകൾക്കും അതിന്റേതായ മേഖലകളുണ്ട്, വ്യത്യസ്ത മേഖലകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റുകൾക്കും വ്യത്യസ്ത മേഖലകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു സബ്ജക്ട് ഉണ്ടല്ലോ, അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്? അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ മേഖല എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ചെറിയൊരു ക്ലാസ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. എന്താണ്, എന്തിന് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിന്റെ മേഖല എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത് എന്നുള്ളതിന്റെ ഒരു ചുരുക്കം മാത്രമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റുകൾക്കും അതിന്റേതായ മേഖലകൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അക്കൗണ്ടിങ്ങിനും ഒരു പ്രത്യേക മേഖല ഉണ്ട്. അക്കൗണ്ടിങ്ങിന്റെ മേഖല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ മേഖലയാണ്. എന്താണ് ബിസിനസ്? ബിസിനസ് ആണ് അക്കൗണ്ടിങ്ങിന്റെ മേഖല എന്ന് പറയുന്നത് അല്ലെ. ബിസിനസ്സിലെ നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ബിസിനസ്.
ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. നമ്മൾ സാധാരണ ജനങ്ങളൊക്കെ എല്ലാവരും ബിസിനസ് അറിയണവരൊക്കെ പറയുന്ന ഒരു വേർഡാണ് ബിസിനസ്. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതൽ ഉച്ചരിക്കാൻ പോകുന്നത് ബിസിനസ് ഇതാണ് നമ്മൾ കൂടുതൽ ഉച്ചരിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഒരു ബിസിനസിന്റെ ടാർഗറ്റ്, ലക്ഷ്യം എന്നുള്ളതാണ്. അതറിഞ്ഞാൽ നമുക്ക് എന്താ ബിസിനസ് എന്ന് മനസ്സിലായി. ബിസിനസിന്റെ ടാർഗറ്റ് ഇത്രയേ ഉള്ളൂ, പ്രോഫിറ്റ്, ലാഭം. അപ്പോ നമ്മൾ പറയാം ഏറ്റവും ചുരുങ്ങിയ ബിസിനസ്സിന് ഒരുപാട് ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് വലിയ ഡെഫിനേഷനൊക്കെ ആകുന്നതിന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഒന്ന് ചുരുക്കമായിട്ട് നമുക്ക് പറയാം, ലാഭം നേടാൻ വേണ്ടി, പ്രോഫിറ്റ്, അതാണ് ലാഭം. ലാഭം നേടാൻ വേണ്ടി ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും നമ്മൾ ബിസിനസ് എന്ന് പറയും. ഒന്നുകിൽ ഒരു വ്യക്തി ആയിരിക്കും ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനമായിരിക്കും. അപ്പൊ ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണോ, അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിന്നും അവർക്ക് നേട്ടമുണ്ട്, അതായത് ലാഭം നേടുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ചെയ്യുന്ന അവരുടെ ആ പ്രവൃത്തിയിൽ നിന്ന്, അവരുടെ ആക്ടിവിറ്റീസിൽ നിന്ന് അവർ പ്രോഫിറ്റ് ലക്ഷ്യം വെക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിൽ നിന്നും ലാഭം നേടുന്നില്ല എങ്കിൽ അതൊരു ബിസിനസ് ആണോ? അല്ല. അത്തരം സ്ഥാപനങ്ങൾ സോഷ്യൽ സർവീസ് ആയിട്ട് ഉൾപ്പെടുത്തും. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭം പ്രതീക്ഷിക്കാത്ത, അത് വേറൊരു പാർട്ടാണ്. അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ബിസിനസ് എന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബിസിനസ്സിലെ അക്കൗണ്ടിങ് വരുന്നുള്ളൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ബിസിനസിന്റെ ടാർഗറ്റ് മനസ്സിലാക്കി. ബിസിനസിന്റെ ടാർഗറ്റ് എന്താണ്? പ്രോഫിറ്റ്, ലാഭം. പ്രോഫിറ്റ് നേടാൻ വേണ്ടി ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബിസിനസ് എന്ന ആ മേഖലയിലാണ് അക്കൗണ്ടിങ് വരുന്നതെന്ന് പറഞ്ഞു. ബിസിനസിന്റെ മേഖലയാണ് അക്കൗണ്ടിങ്ങിന്റെ മേഖലയാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ബിസിനസിന്റെ ടാർഗറ്റ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ലാഭമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പക്ഷെ ലാഭം മാത്രമാണ് ഒരു ബിസിനസ്സിൽ നിന്ന് സംഭവിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബിസിനസ് കണ്ട് ഇറങ്ങുള്ളൂ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒരു ബിസിനസ് കണ്ട് ഇറങ്ങാം. പക്ഷെ അങ്ങനെ ബിസിനസ് കണ്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം ബിസിനസ് എന്ന മേഖല മാത്രമല്ല നമുക്കുള്ളത്, ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ ഒരു ലാഭം മാത്രം ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ബിസിനസ് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് ഇല്ല, എഞ്ചിനീയേഴ്സ് ഇല്ല, അധ്യാപകരില്ല, കൂലിപ്പണിക്കാരില്ല, അതൊന്നുമില്ല, എല്ലാവരും ബിസിനസ് അല്ലെ. അപ്പൊ ഒരിക്കലും എന്താണ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ നേടുന്നത് പ്രോഫിറ്റ് തന്നെ ആവില്ല. നമുക്ക് എന്തോ ആകാം, അതിനൊരു മറുവശമുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, ഒരു നെഗറ്റീവ് ഭാഗമുണ്ട്. ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലോസ് അഥവാ നഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നഷ്ടം സംഭവിക്കും അല്ലെ. എന്തായാലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടല്ലോ അല്ലെ. നല്ല വശം ഒരു ചീത്ത വശമുണ്ട്. അപ്പോ ഈ നല്ല വശം എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മറുവശം അല്ലെങ്കിൽ നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ലോസ് ആണ്, നഷ്ടമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. അയാൾക്ക് അതിനുള്ള കഴിവില്ല. അപ്പൊ അതിനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ആർക്കാണുള്ളത്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ വിഷയത്തിനുള്ളത്. അപ്പൊ അക്കൗണ്ടിങ്ങിന് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ബിസിനസ്സിൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ബിസിനസ്സിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ നേടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം മനസ്സിലായി, ബിസിനസിന്റെ ലക്ഷ്യം മനസ്സിലായി. ബിസിനസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭം നേടുക. ബിസിനസ്സിന് ഒരിക്കലും നേടിയിരിക്കുന്ന ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാവില്ല. ബിസിനസ് ഒരു വ്യക്തിയാണെന്ന് കരുതുക, ഒരു ചിന്തിക്കാൻ നിങ്ങൾ അങ്ങനെ ഒരു ആളാണെന്ന് കരുതിക്കോളാം. അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾക്ക് ലാഭം മാത്രം, അതായത് ബിസിനസ് അയാൾക്ക് ഇങ്ങനെ കൊണ്ടുപോകണം അല്ലെ. അയാൾക്ക് ബിസിനസ് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ പോകണം. അത് പ്രോഫിറ്റ് ആവാം നഷ്ടമാവാം. പക്ഷെ നേടിയിരിക്കുന്നത് പ്രോഫിറ്റ് ആണോ നഷ്ടമാണോ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ആരാണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ആളാണ്. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയമാണ്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബിസിനസ് നേടിയിരിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അക്കൗണ്ടിങ്ങിന് ബിസിനസിന് കണ്ടെത്തി കൊടുക്കുക. അതാണ് അക്കൗണ്ടിങ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാളെ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അക്കൗണ്ടിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് സബ്ജക്റ്റുകൾ ഞാൻ ഇവിടെ കൊടുത്ത്. അപ്പൊ ആ സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് കയറി അല്ലെ. മുമ്പ് നമ്മൾ പഠിച്ചു വെച്ച സബ്ജക്റ്റുകളിൽ നിന്ന് പുതിയ അക്കൗണ്ടിങ്ങിലേക്ക്, പുതിയ വിഷയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കയറി.
അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിന് ഒരു മേഖല ഉണ്ട്. ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ മേഖലകൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അക്കൗണ്ടിങ്ങിന് ഒരു മേഖല ഉണ്ട്. അക്കൗണ്ടിങ്ങിന്റെ മേഖലയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ്. ബിസിനസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലാഭം നേടാൻ വേണ്ടി ഒരു വ്യക്തിയോ സ്ഥാപനമോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മൾ എന്തെന്ന് പറയുന്നു, ബിസിനസ് എന്ന് പറയുന്നു. ബിസിനസ്സിൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്? ബിസിനസിന്റെ ലാഭവും നഷ്ടവും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലെ? ലാഭമാണോ നഷ്ടമാണോ നമുക്ക് അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലെ. നമുക്ക് ചെലവ് എത്ര ഉണ്ട്, നമുക്ക് വരുമാനം എത്ര ഉണ്ട്, ഇതൊക്കെ നമുക്ക് കണക്കാക്കി കഴിഞ്ഞാൽ ലാഭവും നഷ്ടമൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് ആണ്. അപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ മാത്രമേ ഞാനിപ്പോ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്ലാസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി തുടർന്നുള്ള ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ മുകളിൽ പ്ലേ ലിസ്റ്റ് കാണാം. പ്ലേ ലിസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള അപ്ലോഡ് ചെയ്ത ഒരുപാട് ക്ലാസ്സുകളുടെ പ്ലേ ലിസ്റ്റുകൾ കാണാം. അതിൽ ടാലി ഉണ്ട്, പീച്ച്ട്രീ ഉണ്ട്, ഗിപ്പ്, ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അതിൽ മാനുവൽ അക്കൗണ്ടിങ് എന്നൊരു ക്ലാസ് കൂടി ഉണ്ടാവും. അത് ഞാൻ മുമ്പ് ഇതിൽ അപ്ലോഡ് ചെയ്തതാണ്. മാനുവൽ അക്കൗണ്ടിങ് 2 അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതും ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മറ്റേതൊക്കെ പഴയ ക്ലാസ്സുകളാണ്. അപ്പൊ ഇനി മുതൽ പുതിയ ക്ലാസ്സുകൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് 2 എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാം. അതിൽ ഒന്നാമത്തെ ക്ലാസ് മാത്രമാണ് ഇത്. ഇനിയുമുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ഒരുപാട് വർക്കുകൾ, ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ലാത്തവര് അല്ലെങ്കിൽ പുതിയതായിട്ട് +1 കയറുന്ന കുട്ടികൾ, അത്തരം ആളുകൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാം. ഇനി ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കാണാം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചെയ്യാം. അപ്പൊ ഞാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അത് പ്രത്യേക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, അതിനായിട്ട് സെപ്പറേറ്റ് ക്ലാസ് ഞാൻ ഇവിടെ ഒരുക്കുന്നതാണ്. അപ്പൊ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.